ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയാണ്. നമ്മൾ ഡ്രീം കേക്കാണ്, ചിക്കൻ വെച്ചിട്ടുള്ള ഡ്രീം കേക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അടിപൊളി ടേസ്റ്റാണ്. 5 ലെയർ ആയിട്ടുള്ള ചിക്കൻ ഡ്രീം കേക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം അതിലേക്കൊരു 1/2 കപ്പ്, ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം അതിലേക്കൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് ചെറിയ പൊടിയായി അരിഞ്ഞിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലായാലും വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു വലിയ സവാള ഞാൻ ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനിയിപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇത് ഞാൻ ഈ ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ മിക്സ് ഇല്ലേ, ഈ ഒരു വെള്ളം അത് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളീൻ്റെ കൂട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആ ഒരു ചിക്കൻ്റെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു കോഴിമുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നേരം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സില്ലേ, ആ ഒരു കൂട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഈ ബബിളൊന്നും പൊട്ടാതെ വേണം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ. വീഡിയോയിൽ നല്ല സ്പീഡ് ഉണ്ടാവും, അത് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. മെല്ലെ മെല്ലെ വേണം ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ എല്ലാ മസാലയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കേക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രമാണിത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഫുൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് വേണം ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേണം ഈ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ, ഒരു 15 മിനിറ്റ് മതി കേട്ടോ മാക്സിമം. അപ്പോൾ ഇതിന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ടേൻ്റെ വെള്ള ചേർത്ത് കൊടുത്തിട്ട് മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇപ്പോൾ വെളുത്തുള്ളി ഇല്ലാത്തതിനോട് ഞാൻ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 1/2 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ചൊരു 1/4 കപ്പ് ബാക്കി ഉണ്ടായിരുന്നു. 1/4 കപ്പാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. അതൊന്ന് ഇട്ടെടുത്തതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം.
അപ്പോൾ അതാ ഏകദേശം ചൂടാറി വന്നതിന് ശേഷം ഞാനിതാ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വട്ടത്തിന് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ബാക്കിയുള്ള ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. ഇതും ഒഴിവാക്കുന്നില്ല. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു കേക്കിൻ്റെ ഫസ്റ്റത്തെ ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ആ ഒരു കട്ട് ചെയ്ത കേക്ക് തന്നെ മതി. പക്ഷേ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വെച്ച് കൊടുത്താണ് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കേക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 3/4 കപ്പ് ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മയോണൈസ് ഇല്ലേ, അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ടക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല കട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ് ക്രീം കേക്കിൻ്റെ പോലെ തന്നെ അതിൽ നമ്മൾ നട്ട്സാണ് ഇടുക. അപ്പം അതിന് പകരമായിട്ട് ഇതിൽ നമ്മൾ ചിക്കൻ പൊരിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള ലെയർ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, അതൊരു കുത്തുന്ന ടേസ്റ്റാണ്. അതുകൊണ്ട് കുറച്ച് ചെറിയൊരു ലെയറിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് വരെ മാത്രം ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് ഞാനിപ്പം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കുരുമുളക് പൊടി ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുരുമുളക് പൊടി ഇട്ട് വിചാരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറില്ല, എരിവൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ആ ഒരു ഡ്രീം കേക്കിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ്, ചിക്കൻ വെച്ചിട്ടുള്ള. ഇത് അടിപൊളി ടേസ്റ്റാണ്, വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. ആ ഒരു ക്രീമും ഒക്കെ കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് ഇറച്ചിയിലും ബീഫിലും നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബീഫിൻ്റെ ഡ്രീം കേക്ക് എന്ന് പറയും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.